ഹായ്, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നതാണ്. ഞാനൊരു 4 ദിവസം മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്ട് വീഡിയോ. ഞാനത് എന്തായാലും ഇവിടെ കൊടുക്കാം, ഒന്ന് കണ്ടിട്ട് വരും. ആളെന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ ട്രെയിനിൽ ഇറങ്ങുന്ന വരെ ആളെന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇത് പിന്നെ ആളോ ആളെ ഫാമിലിയോ കാണാൻ പോകുന്നില്ല നിങ്ങൾക്ക്, പക്ഷെ എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. സോ ഗേൾസ്, ഗോ വാട്ട് എവർ യു വാണ്ട്, ബട്ട് ബി സേഫ്. അപ്പൊ എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഉണ്ടല്ലേ, ഞാൻ കുറച്ച് കമന്റ്സ് ഇവിടെ ഒക്കെ കൊടുക്കാം. ആ വീഡിയോന്റെ താഴെ ഓരോരുത്തരായിട്ട് ഇട്ട കമന്റ്സ് ആട്ടോ. ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത സമയത്ത് ഞാനത് റീച്ചിന് വേണ്ടിയോ അത് എനിക്ക് എന്തോ ആവുമെന്ന് വിചാരിച്ചിട്ടോ അത് ഇത്രക്ക് റീച്ച് ആവുന്നോ ഒന്നും ഞാൻ അറിയണില്ലേ. നമുക്ക് അറിയില്ലല്ലോ, നമ്മളൊരു വീഡിയോ ഇടുമ്പോ നമ്മളിപ്പോ ഒരു എഫേർട്ട് എടുത്ത് ഒരു വീഡിയോ ഇടുമ്പോൾ ഞാൻ വിചാരിക്കലുണ്ട് ഈ വീഡിയോ എന്തായാലും കയറുന്നത്. പക്ഷെ അത് കയറില്ല. നേരെ മറിച്ച് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു പർപ്പസ് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ അത് കയറുന്നുണ്ടാവും. അപ്പൊ ഏത് വീഡിയോ കയറാതിരിക്കുക എന്നുള്ളതൊന്നും നമ്മളടുത്തല്ല. അതൊക്കെ യൂട്യൂബിന്റെ അൽഗോരിതം പിന്നെ നിങ്ങൾ തീരുമാനിക്കുന്ന കാര്യമാണ് ഏത് വീഡിയോ കയറണം ഏത് വീഡിയോ കയറണ്ടെന്നുള്ളത്. അപ്പൊ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഞാനിത് നോർമൽ ആയിട്ട് ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ കണ്ടല്ലോ, അത് ഞാൻ അപ്ലോഡ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഈ വീഡിയോ നന്നായിട്ട് കയറുന്നതിന്റെ ശ്രദ്ധയിൽ വിട്ട്. ഇങ്ങനെ കയറിയ സമയത്ത് ഞാൻ സത്യം പറഞ്ഞാല് എനിക്ക് ഭയങ്കര അതിശയായിരുന്നു. ഇത് ഇങ്ങനെ കയറുന്നത്, ഇങ്ങനെ കയറാൻ മാത്രം ഇതിൽ എന്താ ഉള്ളത്, എന്താ സംഭവം എന്നൊക്കെ. എന്തായാലും അങ്ങനെ കയറുന്നുണ്ടായിരുന്നേ. ഫസ്റ്റ് ഒക്കെ കുഴപ്പമില്ല, കമന്റ്സ് ഒക്കെ നോക്കുന്ന സമയത്ത്, അതായത് ഫസ്റ്റ് ഒക്കെ ഇന്റെ സബ്സ്ക്രൈബേഴ്സും ഇന്നെ അറിയുന്നവരാണല്ലോ വീഡിയോ കാണുന്നത്. അപ്പൊ കമന്റ്സ് ഒക്കെ സപ്പോർട്ടായിട്ടാണ്, എന്താ പറയാ, അവര് ലൈക് വീഡിയോ കണ്ടിട്ട് അവർക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പെർട്ടിക്കുലർ സമയം കഴിഞ്ഞപ്പോ ഈ വീഡിയോ അത്യാവശ്യം കയറി ഏകദേശം ഒരു 1 മില്യൺ ഒക്കെ ആയ സമയത്ത് കമന്റ്സിന്റെ രീതിയൊക്കെ മാറിയിട്ട് പോയി. അതായത് എന്റെ വാപ്പാനെ പറയണേ, എന്റെ കുടുംബക്കാരെ പറയണേ, എന്റെ വീട്ടുകാരെ പറയണേ, വീഡിയോയിലുള്ള ആള് ഭയങ്കര മാന്യനാന്ന് പറയുന്നത്, ആള് ഉറങ്ങുകയെന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ വാട്ടവർ, അതൊരു വലിയ പ്രശ്നമായിരുന്നു ഗൈസ്. ഒരു വേർഡ് തെറ്റീന് ഇത്രയും വഴി കേൾക്കേണ്ടി വരുന്നത് ഞാൻ വിചാരിച്ചില്ല. ഒരു വാട്ടവർ ആയി പോയതായിരുന്നു ഇത്രയും വലിയ പ്രശ്നം. അതും ചിലവരുടെ ഒരു സമയം കഴിഞ്ഞപ്പോ ഞാൻ പേഴ്സണലി എല്ലാ കമന്റ്സിനും റിപ്ലൈ കൊടുക്കുന്ന ഒരാളാണ്. എന്റെ ബാക്കി വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, ഞാൻ എനിക്ക് വരുന്ന എല്ലാ കമന്റ്സിലും അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ ഞാൻ അതിന് റിപ്ലൈ കൊടുക്കലുണ്ട്. കാരണം റിപ്ലൈ തരും എന്നുള്ളൊരു സംഭവത്തിലാണല്ലോ നമ്മൾ ചിലപ്പോൾ കമന്റ് ഇടുന്നത്. അല്ല, നമുക്ക് മറ്റേ ഒരു പള്ളിക്കാട്ടിക്ക് സലാം പറയുന്ന ഒരു അവസ്ഥ വരുമല്ലോ. അപ്പൊ ഞാനിത് നോക്കുന്ന സമയത്ത്, ഞാൻ റിപ്ലൈ കൊടുക്കാൻ നോക്കുന്ന സമയത്ത് ഒരു പരിധി വരെ ഞാൻ റിപ്ലൈ കൊടുത്തു. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് എന്റെ കയ്യിൽ നിൽക്കൂല, ഇത് പോയി കഴിഞ്ഞു എന്ന്. പിന്നെ ഒരു സമയം കഴിഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു, ഒരു എസ്സേ ആയിട്ട് ടൈപ്പ് ചെയ്തു. എന്താണ് അവിടെ ഉണ്ടായത്, എന്താ ശരിക്കും നടന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എസ്സേ ടൈപ്പ് ചെയ്തു. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കില്, ഞാനും എന്റെ ഫ്രണ്ട്സും കൂടെ ഞാൻ പഞ്ചാബില്, സെൻട്രൽ യൂണിവേഴ്സിറ്റി പഞ്ചാബിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് മന്തി കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിട്ട് നമ്മൾ ഇവിടുന്ന് ഡൽഹിക്ക് ട്രെയിൻ കയറി. അപ്പൊ ഇങ്ങനെ ഡൽഹിക്ക് ഇങ്ങനെ വെറുതെ നമ്മളിങ്ങനെ ട്രിപ്പ് പോകുന്ന സമയം, പിന്നെ ഇങ്ങനെ വെറുതെ ലൈക് ചെറിയ ആവശ്യത്തിനൊക്കെ പോകുന്ന സമയത്തൊക്കെ നമ്മൾ ജനറലിലാണ് പോകല്. അപ്പൊ അങ്ങനെ ജനറലിൽ ട്രെയിൻ കയറി, ബട്ടിൻഡ റെയിൽവേ സ്റ്റേഷനാണ് ട്രെയിൻ കയറിയത്. ട്രെയിന് കയറി ഡൽഹി എത്തുന്നവരെ ഈ ചെങ്ങായി, അതായത് ആദ്യം ഇയാളെ കൂടെ കുറച്ച് ആൾക്കാരോട് ഉണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ എന്തോ സീറ്റൊക്കെ കിട്ടി എന്തൊക്കെ ആയി. നമുക്ക് മര്യാദക്ക് സീറ്റ്, കുറെ ആൾക്കാർ പറയുന്നുണ്ട് അയാൾക്ക് സീറ്റ് പോലും കിട്ടിയിട്ടില്ല. എന്നിട്ട് അങ്ങനെ പറയുന്നത്, നമുക്കും സീറ്റൊന്നും മര്യാദക്ക് കിട്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു. എന്റെ കൂടെ ഉണ്ടായ എന്റെ ഫ്രണ്ട്സ് ഒക്കെ നിലത്ത് കിടന്നുറങ്ങൊക്കെയായിരുന്നു. പിന്നെ ജനറൽ ആണല്ലോ, നമ്മൾ അങ്ങനെ തന്നെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ, അതായത് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, പ്ലേസ് അഡ്ജസ്റ്റ് ചെയ്യാം, ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ഇങ്ങനെ ഓരോന്ന് നമ്മൾ എന്തിനാ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നും അതിനെന്തുകൊണ്ടാണ് അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട സംഭവം എന്തുകൊണ്ടാണ് ചിലവർ പറയുന്നതെന്നുള്ള ആരും എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. എന്തായാലും നമ്മൾ കയറി കുറച്ച് കഴിഞ്ഞ സമയത്ത് ഇങ്ങേര് ഭയങ്കരമായിട്ട്, ഞങ്ങൾ 3 ഗേൾസാണ് ഉണ്ടായത്, ഞാൻ ഇന്നെ മാത്രം ഒരിക്കലും പറയുന്നില്ല, ഞങ്ങൾ 3 ഗേൾസാണ് ഉണ്ടായിരുന്നത്. നമ്മളടുത്ത് ഭയങ്കര മോശമായിട്ട് നോക്കുന്നതൊക്കെ ചിലർ പറയുന്നുണ്ട്. അയാൾ എന്നെ കയറി പിടിച്ചോ, എന്നെ തൊട്ടോ, പിന്നെ എന്തിനാ പ്രശ്നമാക്കണേ. അങ്ങനെ തൊടണം പിടിക്കണം എന്നുണ്ടോ? നമുക്കൊരു കാര്യം അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. പിന്നെ ചിലർ പറയുന്നുണ്ട് റിയാക്ട് ചെയ്യല് വീഡിയോയിലല്ല, ഇവിടെ കിടന്ന് റിയാക്ട് ചെയ്തിട്ട് എന്താ കിട്ടാൻ പോണത്. എനിക്കറിയാം അവിടെ കിടന്ന് റിയാക്ട് ചെയ്തിട്ട് ഒന്നും കിട്ടാൻ പോണില്ല. ഞാനും പറയുന്നുണ്ട് ഇത് അയാളോ അയാളെ ഫാമിലിയോ കാണൂല എന്നൊക്കെ എനിക്കറിയാം. കാരണം ഈ വീഡിയോ ഇത്ര കയറുന്ന പോലും ഞാൻ അറിയില്ല, ചിലപ്പോൾ ഇനിയിപ്പോൾ കാണുമായിരിക്കും, എനിക്കറിയില്ല. എന്നിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് വേറെ കുട്ടികൾ എല്ലാരും ഇങ്ങനെ പോകുന്നവരാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും ഇങ്ങനെ എവിടെയെങ്കിലും വെച്ച് കാണാന്നുണ്ടെങ്കിൽ ഇങ്ങനെ അതായത് അത്ര നല്ലൊരാളല്ല എന്നുള്ളൊരു സംഭവം മനസ്സിലുണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്തത്. പക്ഷെ അത് ഇങ്ങനെ ഉൾട്ടടിച്ച് വരും എന്നുള്ളൊരു സംഭവം ഞാൻ ഇതിൽ എക്സ്പെക്ട് ചെയ്തില്ല. പിന്നെ അതുപോലെ ആ വീഡിയോയില് എന്തുകൊണ്ട് അയാളുടെ ഒന്നും ഇല്ലാന്ന് ചോദിച്ചാല്, ഞാൻ ഒരിക്കലും ആള് കാണാതല്ല വീഡിയോ എടുത്തത്. ആള് ഭയങ്കരമായിട്ട് നമ്മള് നോട്ടം, മറ്റേ അടി മുതൽ മുടി വരെയുള്ള നോട്ടം, പിന്നെ കൈകൊണ്ടുള്ള കുറെ ആക്ഷനും, മറ്റേ നടുവരൽ നമസ്കാരം, അങ്ങനെ കുറെ വൃത്തിയിട്ട കുറെ ആക്ഷനുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഭയങ്കര ചൂടാട്ടോ. അപ്പൊ അയാളെ നോക്കിയിട്ടല്ലേ ഈ അത് കാണുന്നതെന്ന് ചോദിക്കണ കുറെ ആൾക്കാരുണ്ട്. നമ്മളെ മുന്നിൽ നിന്നിട്ട് ഒരാൾ ഇങ്ങനൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഇൻസെക്യൂർ ആയിട്ട് അൺകംഫർട്ടബിൾ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ആളെ നോക്കാതെ വേറൊരു കാര്യത്തേക്ക് തിരിയാൻ പറ്റും. അതായത് നമ്മളാളെ നോക്കിയാലും നമ്മളാളെ നോക്കിയില്ലേലും ആള് നമ്മളെ നോക്കുന്നുണ്ട്. അത് നോക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റേ ദഹിപ്പിച്ച കളയാന്നൊക്കെ പറയൂലേ. അപ്പൊ ഈ സമയത്ത് ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞ നമ്മളിങ്ങനെ പറയാ, എന്താ ഇയാളിങ്ങനെ അങ്ങനെയൊക്കെ, അതായത് നമ്മളിങ്ങനെ
ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും, നമ്മളിങ്ങനെ എന്ത് സംഭവം എന്നുള്ളൊരു ഇതിൽ നിന്ന് അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഞാൻ വീഡിയോ എടുത്തപ്പോൾ എന്താ വിചാരിച്ചത്, വീഡിയോ എടുക്കുമ്പോൾ ആള് മാന്യനായിട്ട് പെരുമാറും. കാരണം ആള് കാണണേ ഞാൻ വീഡിയോ എടുത്തത്, അല്ലാതെ ഞാൻ മറ്റേ മറച്ചെന്ന് ഒളിക്യാമറ വെച്ച ആ സംഭവം ഒന്നല്ല. ആള് കാണുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഞാൻ ഇങ്ങനെ ധൈര്യമായിട്ട് വീഡിയോ എടുത്തു. വീഡിയോ എടുത്തപ്പോൾ ആളിങ്ങനെ എന്തോ ആക്ഷൻ ഇടാൻ വന്നു. അത് മനസ്സിലായി ഞാൻ വീഡിയോ എടുക്കുക എന്നുള്ളത്. ആളാ മെല്ലാണ്ട് മുക്കി. ആ ഒരു സംഭവമാണ് ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തത്. പക്ഷെ അത് അപ്ലോഡ് ചെയ്തതോടെ എല്ലാവരും നേരെ തിരിഞ്ഞു. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു ഇങ്ങനെ കമന്റ്സ് വരും, ഇങ്ങനെ ഇതാവുന്നൊക്കെ. നമ്മള് ലൈക്ക് ചാനൽ തുടങ്ങുമ്പോൾ തന്നെ പ്രഡിക്റ്റഡ് ആണ് നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ഉണ്ടാവും. നമ്മൾ ഇഷ്ടമുള്ളവരുണ്ടാവും, ഇഷ്ടമില്ലാത്തവരുണ്ടാവും എന്നൊക്കെ. പക്ഷെ ഇത് ഇങ്ങനെ ഈ ഒരു രീതിക്ക് ഇത് പോർട്രേറ്റ് ആയി പോകുന്നുള്ളൊരു സംഭവം ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തില്ല. പിന്നെ അതുപോലെ ആള് എന്താ പറയാ, ആളെ പേരും പറഞ്ഞിട്ട് എനിക്ക് വേറെ ആരൊക്കെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് അയച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. കോടതിയിൽ കാണാൻ കേസ് കൊടുക്കും അങ്ങനെ ഇങ്ങനെ. പിന്നെ ചിലർ പറയണ്ടായിരുന്നു ഒരു ഉറപ്പില്ലാതെ എന്തിനാ മോൾ ഇങ്ങനെ ചെയ്തത്. നല്ല രീതിക്ക് പറയുന്നവരുണ്ട്, ചീത്ത രീതിക്ക് പറയുന്നവരുണ്ട്, പിന്നെ കൂടെ നിൽക്കുന്നവരുണ്ട്, പിന്നെ രണ്ടിലും ഇല്ല പാർഷ്യലി നിൽക്കുന്നവർ, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. പിന്നെ സപ്പോർട്ട് ചെയ്തവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ പോലെ നെഗറ്റീവ് പറഞ്ഞവരോട്, അതായത് നിങ്ങൾ പറയാൻ നിങ്ങൾക്കറിയാം, ഇതിപ്പോ ഞാനിപ്പോ ഈ ഒരു വീഡിയോ ഇട്ടാലും ഇട്ടില്ലേലും പറയും. ഞാൻ ഇപ്പൊ ഈ വീഡിയോ ഇട്ടാൻ കാരണം തന്നെ അതായത് എന്നെ വിശ്വസിച്ച് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത കുറച്ച് ആൾക്കാരുകളുണ്ട്. അപ്പൊ ഓരോയിടയിലുള്ള ട്രസ്റ്റ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോ അതായത് ഞാനതിങ്ങനെ ഒരു റീച്ചിന് വേണ്ടിയിട്ട് മാത്രം ഇട്ടാൽ അത് റീച്ച് ആവുന്ന പോലും ഞാൻ വിചാരിച്ചിട്ടില്ല, അതിങ്ങനെ പോകുന്നൊന്നും വിചാരിച്ചിട്ടില്ല. അതിന്റെ പേരിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരും ഞാൻ വിചാരിച്ചില്ല. പക്ഷെ എല്ലാരും ഇങ്ങനെ പറയണേക്കുമ്പോ എനിക്കിത് പറയണം എന്ന് തോന്നി. ചിലപ്പോൾ ഇത് പറഞ്ഞാലും ഈ വീഡിയോന്റെ താഴെ നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാവും. പിന്നെ ചിലപ്പോൾ ഈ വീഡിയോ അധികാരം കണ്ടോളണമെന്ന് തന്നെയില്ല, പക്ഷെ എന്നാലും എനിക്ക് പറയണം എന്ന് തോന്നി. പിന്നെ അതുപോലെ ഞാൻ ഇയാളെ വീഡിയോ എടുത്ത് ഇട്ട സമയത്ത് ഇയാളെ സമ്മതം ഇല്ലാതെ പെർമിഷൻ ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ടുകൊണ്ട് എനിക്കെതിരെ കേസ് ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് കുറെ ആൾക്കാര്. എനിക്കറിയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്റെ അറിവ് തെറ്റിയ കാര്യം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്റെ അറിവിൽ വെച്ചിട്ട് 18 വയസ്സിന് താഴെയുള്ള ഒരാൾക്കാണ്, അതായത് ആളെ പ്രൈവസി, നമ്മൾ ഇങ്ങനത്തെ ഒരു കേസിൽ ആളെ പ്രൈവസി സൂക്ഷിക്കേണ്ടത്, ആളെ മുഖമോ പേരൊന്നും നമ്മൾ പുറത്തുവിടാക്കേണ്ടത്. പക്ഷെ ഇയാള് 18 വയസ്സിന് താഴെയല്ല, 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ആള് ചെയ്തത് അത്രക്ക് പിതൃത്വശൂന്യമായതുകൊണ്ട് ഞാനിത് ചെയ്തത് അത്ര വലിയ തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നണില്ല. തെറ്റാണെന്ന് തോന്നുന്ന കുറെ ആൾക്കാരുണ്ട്. അതെന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. ചിലവരുടെ കമന്റ്സിൽ പറയുന്നുണ്ട് ഇതുപോലെ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഇങ്ങനെ, അതായത് സ്വന്തം കൂട്ടുകാർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തെറ്റാണ് തോന്നുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഇത്രേ ഉള്ളൂ. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം തോന്നി, അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ അതുപോലെ നെഗറ്റീവ് പറഞ്ഞവരോടും, നിങ്ങൾ പറഞ്ഞ് പേടിച്ചിട്ടല്ല ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ട്രസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക്, അതായത് ഞാനൊരു മോശത്തരം ചെയ്തു എന്നുള്ളൊരു സംഭവം ഉണ്ടാവരുത് കരുതിയിട്ട് മാത്രമാണ്. അപ്പൊ എന്തായാലും ഇത്രേ ഉള്ളൂ.